നിങ്ങൾക്കറിയാമോ, ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ഏത് രാജ്യത്തേക്കും വിസ കിട്ടുന്ന ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്തുണ്ടെന്ന്? അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതോടെ ആ രാജ്യത്തേക്ക് കുടിയേറാൻ ആഗ്രഹിച്ചവരെല്ലാം നിരാശയിലാണ്. വിസ നടപടികളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണല്ലോ ട്രംപ്. അതുപോലെ തന്നെ UK, കാനഡ, ഓസ്ട്രേലിയ പോലെ പല രാജ്യങ്ങളും ഇന്ത്യക്കാർക്ക് വിസ നൽകുന്നത് ഫ്രീസ് ചെയ്യുകയോ വിസ നടപടികൾ കർശനമാക്കുകയോ ചെയ്തിട്ടുണ്ട്. വല്ല യൂറോപ്പിലും പോയി സെറ്റിലാകാമെന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഈ നീക്കങ്ങളെല്ലാം. എന്നാൽ അങ്ങനെ നിരാശരാകാൻ വരട്ടെ. നമ്മുടെ രാജ്യത്ത് ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ വിസ കിട്ടുമെന്നാണ് വിശ്വാസം. ഹൈദരാബാദിൻ്റെ സമീപ പ്രദേശമായ ചിൽക്കൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ഒസ്മാൻ സാഗർ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ക്ഷേത്രമാണ് അതിൽ പ്രധാനി. ചിൽക്കൂർ ബാലാജി ക്ഷേത്രമെന്നാണ് പേരെങ്കിലും ഭക്തർക്കിടയിൽ അറിയപ്പെടുന്നത് വിസ ബാലാജി എന്നാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്കുള്ള വിസ ലഭിക്കാനുള്ള പ്രാർത്ഥനയുമായാണ് ആളുകൾ ഇവിടേക്ക് വരുന്നത്. USA, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ഷേത്രം പ്രത്യാശയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിസ ലഭിക്കാൻ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുവെന്നാണ് വിശ്വാസം. ഹൈദരാബാദിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ചിൽക്കൂർ ബാലാജി ക്ഷേത്രം. വിഷ്ണുവിൻ്റെ ഒരു രൂപമായ ശ്രീ വെങ്കടേശ്വര സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ ഒസ്മാൻ സാഗർ തടാകത്തിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 14-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ള ചരിത്രവും ഐതിഹ്യവും പേർന്നതാണ് ഈ ക്ഷേത്രം. അക്കാലത്ത് വിസയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് തൽക്കാലം ഇവിടെ പ്രസക്തിയില്ല കേട്ടോ. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത സംഗീതജ്ഞനും ശ്രീരാമ ഭക്തനുമായ ഭക്ത രാംദാസിൻ്റെ അമ്മാവന്മാരായ അക്കണ്ണയും മദണ്ണയും ചേർന്നാണത്രേ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. എങ്കിലും ഇതിൻ്റെ ഔപചാരികമായ നിർമ്മാണവും പുനഃപ്രതിഷ്ഠയും താരതമ്യേന പുതിയ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ജനപ്രിയമായൊരു കഥയാണ് പ്രദേശത്ത് പ്രചരിക്കുന്നത്. ഒരു ഭക്തന് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയാതെ വന്നപ്പോൾ ശ്രീ വെങ്കടേശ്വര സ്വാമി അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിൽക്കൂറിൽ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ആ കഥ. ഈ ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ ആത്മീയ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുപ്പതി ബാലാജി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം ചിൽക്കൂർ ക്ഷേത്രം മിനി തിരുപ്പതി എന്നും അറിയപ്പെടുന്നുണ്ട്. ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിൽ ഭക്തർ സാധാരണയായി പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുകയും ഒരു നേർച്ചയോടെ ക്ഷേത്രത്തിന് ചുറ്റും 11 തവണ പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നു. ആഗ്രഹം നിറവേറ്റപ്പെട്ടാൽ ഭക്തർ 108 തവണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തി കൃതജ്ഞത പ്രകടമാക്കുകയും ചെയ്യും. ഈ പാരമ്പര്യം തുടങ്ങിയത് 1983-84 കാലഘട്ടത്തിലാണ്. ക്ഷേത്രത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഗോപാലകൃഷ്ണ ഒരു കിണർ കുഴിക്കുന്നതിനിടെ ദേവനെ 11 തവണ പ്രദക്ഷിണം വെച്ചു. 11-ാം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ഉടനെ കിണറ്റിൽ വെള്ളം കണ്ടെത്തി. തുടർന്ന് കൃതജ്ഞതയുടെ ഭാഗമായി ഗോപാലകൃഷ്ണ 108 പ്രദക്ഷിണങ്ങൾ കൂടി പൂർത്തിയാക്കി. 1980-കളിൽ മുതലാണ് ചിൽക്കൂർ ബാലാജി ക്ഷേത്രം വിസ ദൈവം എന്ന പേര് നേടിയത്. വിദേശയാത്രകൾക്ക് പ്രത്യേകിച്ച് US വിസ ലഭിക്കാൻ പ്രയാസപ്പെടുന്നവർ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ തുടങ്ങി. ഈ വിശ്വാസികൾക്ക് അവരുടെ വിസ അപേക്ഷകൾ അനുഗ്രഹിക്കപ്പെട്ടതായും പെട്ടെന്ന് തന്നെ വിസ ലഭിച്ചതായും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതോടെ ക്ഷേത്രം വിസ ലഭിക്കാനുള്ള ഒരു അത്ഭുത കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തി നേടുകയും ചെയ്തു. ഇവിടെ വരെ വന്നു പോയാലങ്ങ് വിസ ലഭിക്കുമെന്ന് കരുതരുത് കേട്ടോ. അതിന് ചില ചിട്ടവട്ടങ്ങളും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തി ശ്രീ ബാലാജിയോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധമായ പ്രദക്ഷിണങ്ങൾ നടത്തുകയും ചെയ്യണം. എന്നുവെച്ചാൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും ആദ്യം 11 തവണയും സാബല്യത്തിന് ശേഷം 108 തവണയും നടക്കണം എന്നർത്ഥം. ഇതവരുടെ വിസ അപേക്ഷകൾ വിജയകരമാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ദരിദ്രരും ഉന്നതരും ഒരുപോലെ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. IT പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ, ഗവേഷകർ തുടങ്ങി വിവിധ തരത്തിലുള്ള ആളുകൾ വിസയ്ക്കായി ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നു. ഒരിക്കൽ വിസ ലഭിച്ചവർ തിരിച്ചെത്തി നന്ദി പ്രദക്ഷിണം നടത്തുന്നതും ഒരു പതിവാണിവിടെ. നന്ദി പ്രദക്ഷിണവും 108 തവണയാണ് എന്നത് മറക്കരുതെന്ന് മാത്രം. ഈ അനുഭവങ്ങൾ വാമൊഴിയായി പ്രചരിച്ചതോടെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിലേക്ക് വ്യാപിച്ചു. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് വിസ വളരെ വേഗത്തിൽ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് വിസ അപേക്ഷകൾ വിജയകരമാകുന്നതിൻ്റെ ശാസ്ത്രീയ വിശദീകരണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 2024-ലെ ഒരു നാഷണൽ ജിയോഗ്രാഫിക് ലേഖനം ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തെ ഇന്ത്യയിലെ നിഗൂഢ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായി പരാമർശിച്ചിട്ടുണ്ട്. 11-ന് പകരം ക്ഷേത്രത്തിൽ വിസയ്ക്കായി പ്രാർത്ഥിക്കുന്നവർ 108 തവണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഈ പ്രദക്ഷിണം ഒരു പ്രത്യേക മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ടാണ് നടത്തേണ്ടത്. 108 എന്ന സംഖ്യ ഹിന്ദു പാരമ്പര്യത്തിൽ വളരെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് ആത്മീയ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ സമ്പത്തിൻ്റെയോ സാമൂഹിക പദവിയുടെയോ അടിസ്ഥാനത്തിൽ വിവേചനമില്ല.
എല്ലാ ഭക്തരും ഒരുപോലെ ശ്രീ ബാലാജിയുടെ അനുഗ്രഹം തേടുന്നുണ്ട്. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൻ്റെ ഭവ്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിൽക്കൂർ ക്ഷേത്രം താരതമ്യേന ലളിതമാണ്. എന്നാൽ ഇതിൻ്റെ ആത്മീയ ശക്തി അതിൻ്റെ ലാളിത്യത്തിന് അപ്പുറമാണ്. ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിൽ VIP ദർശനമോ പ്രത്യേക പരിഗണനകളോ ഇല്ല. എല്ലാ ഭക്തരും ഒരേ ക്യൂവിൽ നിന്നാണ് ദർശനം നടത്തുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ സമത്വ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ ശ്രീ വെങ്കടേശ്വര സ്വാമിക്ക് ദിനംപ്രതി പൂജകൾ നടക്കുന്നുണ്ട്. രാവിലെ സുപ്രഭാത സേവ, തോമാല സേവ, അഭിഷേകം, അർച്ചന എന്നിവ ഇതിൽ പ്രധാനപ്പെട്ട പൂജകളാണ്. വൈകുന്നേരങ്ങളിൽ ദീപാരാധനയും നിവേദ്യമർപ്പിക്കലുമൊക്കെ നടക്കുന്നുണ്ട്. ഭക്തർ ലഡു, വട, പുളിഹോര തുടങ്ങിയവ നിവേദ്യമായി അർപ്പിക്കുന്നുണ്ട്. വിസ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ തുളസിമാല അർപ്പിക്കുന്നതും ഇവിടെ പതിവാണ്. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം വിസ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിലാണ് കൂടുതലായി ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. വെള്ളിയാഴ്ചകളിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആളുകൾ നേരെ ഇവിടേക്ക് തിരിക്കുന്നതാകാം ഈ ദിവസങ്ങളിലെ തിരക്കിന് കാരണം. വൈകുണ്ഠ ഏകാദശി, ശ്രീരാമനവമി, ഹനുമാൻ ജയന്തി തുടങ്ങിയ ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ വിസ ലഭിക്കുന്നതിൻ്റെ ആ അത്ഭുതം ആർക്കും ഇനിയും വിശദീകരിക്കാൻ ആയിട്ടില്ലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വിസ അപേക്ഷകൾ വിജയകരമാകുന്നതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. US വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടവർ പോലും ചിൽക്കൂർ ബാലാജി ക്ഷേത്രം സന്ദർശിച്ച ശേഷം അവരുടെ അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ടതായി അവകാശപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ വരവോടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിച്ചു. ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഭക്തർ തങ്ങളുടെ വിജയകഥകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചിൽക്കൂർ ബാലാജി ടെമ്പിൾ എന്ന പേര് ഗൂഗിൾ സെർച്ചിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട്. ഇന്ത്യക്കാർ മാത്രമല്ല, US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യക്കാരും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. ചിലർ വിസ ലഭിച്ചതിന് നന്ദി പറയാൻ വേണ്ടി മാത്രം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ തുറന്നിരിക്കും. വാരാന്ത്യങ്ങളിൽ തിരക്ക് കൂടുതലായിരിക്കും. ഹൈദരാബാദിൽ നിന്ന് ബസ്, ടാക്സി, ഓട്ടോ തുടങ്ങിയവ വഴി ചിൽക്കൂർ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഹൈദരാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 30-40 മിനിറ്റ് യാത്രയെ ഇതിനു വേണ്ടി വരും. ക്ഷേത്രത്തിന് സമീപം പാർക്കിംഗ് സൗകര്യങ്ങളും ശുദ്ധജലവും ശുചിമുറികളുമെല്ലാം ലഭ്യമാണ്. ഭക്ഷണശാലകളും പ്രസാദ വിതരണ കേന്ദ്രങ്ങളുമെല്ലാം ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷേത്ര സന്ദർശനത്തിന് പുറമെ ഒസ്മാൻ സാഗർ തടാകത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം ഭക്തർക്ക് ധ്യാനത്തിനും മനസ്സമാധാനത്തിനും അവസരം നൽകുന്നുണ്ട്. തടാകത്തിൻ്റെ തീരത്ത് സമയം ചെലവഴിക്കുന്നത് വിശ്വാസികൾക്ക് ആത്മീയതയും മാനസികവുമായ ഉണർവ് നൽകുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും ക്ഷേത്രത്തിൻ്റെ ആത്മീയ ശക്തിയും ചേർന്ന് ചിൽക്കൂർ ബാലാജി ക്ഷേത്രം ഒരു അനുപമ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിസ ലഭിക്കുന്നതിൻ്റെ അത്ഭുതം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പ്രയാസമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചിലർ ഇതിനെ പ്ലാസിബോ ഇഫക്റ്റ് അഥവാ വിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രപരമായ ഫലം ആയി വിശേഷിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾക്ക് ആത്മവിശ്വാസവും മനസ്സിൻ്റെ ശാന്തതയും നൽകുന്നു. ഇതവരുടെ വിസ അഭിമുഖങ്ങളിൽ പോസിറ്റീവ് ഫലങ്ങൾ നൽകാൻ സഹായിക്കുന്നുവെന്നാണ് ഈ വാദം. ഹിന്ദു വിശ്വാസമനുസരിച്ച് ശ്രീ വെങ്കടേശ്വര സ്വാമി ഭക്തരുടെ എല്ലാ തടസ്സങ്ങളും നീക്കുന്ന കലിയുഗ വരദനാണ്. ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുമെന്നാണ് വിശ്വാസം. ഹൈദരാബാദ് ഇന്ത്യയിലെ ഒരു പ്രധാന IT ഹബ്ബായതിനാൽ ലക്ഷക്കണക്കിന് IT പ്രൊഫഷണലുകൾ UK, US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാം ഈ ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത്. 2024 ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലേക്കുള്ള H1B വിസ അപേക്ഷകൾ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കർശനമായ നിയന്ത്രണങ്ങൾ കാരണം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതിൻ്റെ തിരക്കും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം ഒരു ആത്മീയ പിന്തുണാ കേന്ദ്രമായി തുടരുകയാണ്. ഈ ക്ഷേത്രം വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള ഭക്തരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവരെല്ലാം ഇവിടെ ഒത്തുചേരുന്നുണ്ട്. ഓരോ ദിവസവും കുറഞ്ഞത് 4000 മുതൽ 5000 വരെ വിശ്വാസികൾ ഇവിടെ സന്ദർശനം നടത്തുന്നു. വിശ്വാസികളിൽ ഭൂരിഭാഗവും 25 മുതൽ 35 വയസ്സിനിടയിൽ പ്രായമുള്ള യുവാക്കളാണ്. ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് വിശ്വാസികളിൽ ഭൂരിഭാഗവും വിസ ലഭിക്കാനുള്ള പ്രാർത്ഥനയുമായാണ് എത്തുന്നത്. ഈ ദേവന്റെ അനുഗ്രഹത്താൽ പലരും അവരുടെ വിസ അപേക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും വിദ്യാർത്ഥികളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് ഇവിടെ പൂജയ്ക്കോ ദർശനത്തിനോ ടിക്കറ്റുകളോ ഹുണ്ടിയോ ഇല്ല എന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന വരുമാനം വാഹന പാർക്കിങ്ങിൻ്റെ 10 രൂപ നിരക്കിൽ ലഭിക്കുന്ന തുകയാണ്. ഈ ലാളിത്യവും ഭക്തിയുടെ ശുദ്ധതയും ക്ഷേത്രത്തെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും വിസ ലഭിക്കാനുള്ള അന്ധവിശ്വാസ കേന്ദ്രം എന്ന വിമർശനവും ഈ ക്ഷേത്രത്തിന് നേരെ ഉയർത്തുന്നവരുണ്ട് കേട്ടോ. വിസ ലഭിക്കുന്നത് ഒരു ഭരണപരമായ പ്രക്രിയയാണെന്നും ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമല്ലെന്നും അവർ വാദിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ ചില വാണിജ്യ താൽപ്പര്യങ്ങൾ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 2000ങ്ങളുടെ അവസാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ തരംഗം ശക്തമായിരുന്നു. മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉയർന്ന വരുമാനവും ലക്ഷ്യമാക്കി യുവ ഇന്ത്യക്കാർ USA, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് കുടിയേറി. പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെ 2020 കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും ഏതാണ്ട് 1.3 കോടിയിലധികം ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട്.
USA മാത്രം 44 ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ ഉണ്ടെന്നാണ് 2023 US സെൻസസ് ബ്യൂറോ റിപ്പോർട്ട് പറയുന്നത്. ഇവരിൽ ഭൂരിഭാഗവും തെലുങ്ക്, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. ചിൽക്കൂർ ബാലാജി ക്ഷേത്രം വിദേശ സ്വപ്നങ്ങളുടെ ഒരു പ്രതീകമാണ്. വിസാ ദൈവം എന്ന പ്രതിഭാസത്തിലൂടെ ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു അതുല്യ സമന്വയത്തെ ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതയും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിജയകഥകളും ഈ ക്ഷേത്രത്തെ ഇന്ത്യയിലെ ഏറ്റവും അത്ഭുതകരമായ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റിയിരിക്കുന്നു. വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ വിസാ ബാലാജി ക്ഷേത്രം ഭക്തരുടെ തിരക്കേറിയ കേന്ദ്രമായി തുടരുക തന്നെ ചെയ്യും. യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഈ ദേവാലയം ഇന്ത്യൻ ജനതയുടെ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി അങ്ങനെ നിലനിൽക്കുകയാണ്.